ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെയും സഹോദരൻ മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹങ്ങൾ ഇസ്രായേൽ തിരികെ നൽകിയേക്കില്ല എന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ ഇരുവരുടെയും മൃതദേഹങ്ങൾ വെടിനിർത്തൽ ബന്ദിമോചന കരാറിന്റെ ഭാഗമായി തിരിച്ചു നൽകണമെന്ന ഹമാസ് ആവശ്യം അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിൻവാറിന്റെ മൃതദേഹം വിട്ടു നൽകിയാൽ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ഒരു വലിയ സംഭവമായി മാറാനും അദ്ദേഹത്തിന്റെ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രമാകാനും സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേൽ ഭയക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ തടവിലാക്കിയ 10,000-കണക്കിന് പലസ്തീനികളെയും നിരവധി പേരുടെ മൃതദേഹങ്ങളും തിരികെ നൽകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യഹ്യ സിൻവാറിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹങ്ങൾ തിരികെ നൽകില്ല എന്നാണ് ഇസ്രായേൽ നൽകുന്ന സൂചന. ഇസ്രായേൽ ആക്രമണം കൊടുമ്പിരി കൊള്ളുമ്പോഴും യുദ്ധമുഖത്ത് സജീവമായി നിലകൊണ്ട യഹ്യ സിൻവാർ 2024 ഒക്ടോബർ 16-നാണ് കൊല്ലപ്പെടുന്നത്. റഫേൽ തകർന്ന അപ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു ആക്രമണം. മരിക്കുന്നതിന്റെ അവസാന നിമിഷം വരെ പോരാടാൻ ഉറച്ച അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന പുറത്തുവിട്ടത് ഏറെ വൈറലാവുകയും ചെയ്തിരുന്നു. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ് അവശനായിരിക്കുമ്പോഴും കയ്യിൽ കിട്ടിയ വടി ഉപയോഗിച്ച് IDF ഡ്രോൺ എറിഞ്ഞിടാൻ ശ്രമിക്കുന്നതായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇസ്രായേലി ടാങ്കറിനെയും സൈനികരെയും നോക്കി നിൽക്കുന്ന സിൻവാർ രക്തമണിഞ്ഞ കരങ്ങൾ ഓരോന്നും സ്വാതന്ത്ര്യത്തിന്റെ ചുവന്ന കവാടങ്ങൾ തുറക്കുമെന്ന് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വെടിനിർത്തൽ കാലയളവിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ട അപ്പാർട്ട്മെന്റ് സന്ദർശിക്കാൻ നിരവധി പേരാണ് എത്തിയത്. സിൻവാറും കുടുംബവും ഒളിവിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതുവരെ ഇസ്രായേലും പാശ്ചാത്യ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ യുദ്ധമുഖത്ത് അദ്ദേഹം കൊല്ലപ്പെടുകയും അതിന്റെ 3 ദിവസം മുൻപ് വരെ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തതോടെ സയനിസ്റ്റ് നുണകൾ ഓരോന്നായി പൊളിഞ്ഞു. ഗസക്കാർ കടുത്ത പട്ടിണിയിലാണെങ്കിലും ഹമാസ് നേതാവ് സിൻവാർ ഭൂഗർഭ അറയിൽ സുഖജീവിതം നയിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ നാഷണൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ചെൻ കുഗേലാണ് സിൻവാർ മരിക്കുന്നതിന് 72 മണിക്കൂർ മുൻപ് വരെ ഒന്നും കഴിച്ചിരുന്നില്ല എന്ന വിവരം വെളിപ്പെടുത്തിയത്. ബന്ദി കൈമാറ്റ ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിൽ സിൻവാറിന്റെ മൃതദേഹം തിരികെ നൽകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നതായും വാർത്തകളുണ്ടായിരുന്നു. 1962-ൽ ഗാസയിലെ ഖാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിലാണ് യഹ്യ സിൻവാർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബം 1948-ലെ യുദ്ധത്തെ തുടർന്ന് അൽ മജ്ദ് അൽ അസ്ഗലാനിൽ നിന്ന് പലായനം ചെയ്തെത്തിയവരാണ്. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് പഠനത്തിൽ ബിരുദം നേടി. ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളടക്കം വിവിധ കുറ്റങ്ങൾക്ക് 1989-ൽ അറസ്റ്റിലായ സിൻവാറിനെ 4 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 22 വർഷം അദ്ദേഹം ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞു. 2011-ൽ ഇസ്രായേലിലെ സൈനികനായ ഗിലാദ് ഷാറ്റലിനെ മോചിപ്പിക്കുന്നതിനുള്ള തടവുകാരുടെ കൈമാറ്റ ഇടപെടലിന്റെ ഭാഗമായി അദ്ദേഹം മോചിതനായി. ജയിൽവാസകാലത്ത് സിൻവാർ ഹിബ്രു ഭാഷ പഠിക്കുകയും ഇസ്രായേൽ രാഷ്ട്രീയത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു. ജയിൽ മോചിതനായ അദ്ദേഹം ഹമാസിന്റെ മുൻനിര നേതാവായി വളരുകയായിരുന്നു. യഹ്യ ഇബ്രാഹിം ഹസൻ അൽ സിൻവാർ ഹമാസിന്റെ പ്രമുഖ നേതാവും 2024 ഓഗസ്റ്റ് മുതൽ അദ്ദേഹം കൊല്ലപ്പെടുന്നതുവരെ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാനുമായിരുന്നു. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം 2024 ഓഗസ്റ്റിലാണ് സിൻവാർ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാനായി നിയമിതനായത്. അതിനു മുൻപ് 2017 മുതൽ അദ്ദേഹം ഗാസയിലേക്ക് ഹമാസ് തലവൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ഒരു മുഖ്യ സൂത്രധാരകൻ കൂടിയായാണ് ഇസ്രായേൽ സിൻവാറിനെ കണക്കാക്കുന്നത്. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡുകളുടെ രൂപീകരണത്തിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. തെക്കൻ ഗാസയിലെ റഫേൽ വെച്ച ഇസ്രായേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിലാണ് 2024 ഒക്ടോബറിൽ യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടത്. പിന്നീട് ഹമാസും അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. മൃതദേഹം എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് ഉന്നത രാഷ്ട്രീയ നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നു.